നമസ്കാരം. ഇന്ത്യ അങ്ങനെ മൂന്നാമത്തെ ODI വിജയിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയ സീരീസും വിജയിച്ചു. ഇന്ത്യക്ക് എന്തായാലും ഒരു ആശ്വാസ വിജയം തന്നെയാണ്. T20യിലേക്ക് പോകുമ്പോൾ ഒരു മൊമെൻറ്റം കിട്ടും. ഒരുപാട് പ്ലേയേഴ്സ് ഈ ODIയിൽ കളിച്ച പ്ലേയേഴ്സ് തന്നെ T20യിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിജയം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കുറച്ച് പേരൊക്കെ ഓസ്ട്രേലിയ തോൽക്കാൻ വേണ്ടി കളിച്ചെന്നോ, ഓസ്ട്രേലിയക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് അല്ല എന്നൊക്കെ പറഞ്ഞ് ഓസ്ട്രേലിയ ജയിക്കാൻ വേണ്ടി തന്നെ കളിച്ചത്, ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്യണമെന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു. പക്ഷേ രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലിയുടെ ആ പാർട്ണർഷിപ്പ്, ആ ഒരു വിൻറ്റേജ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി വൈബ് തന്ന പാർട്ട്ണർഷിപ്പ്. രോഹിത് ശർമ്മയുടെ ഷോട്ട്സൊക്കെ കഴിഞ്ഞ മാച്ചിൽ എന്തോ ശുഭ്മൻ ഗിൽ ഔട്ടായത് രോഹിത് ശർമ്മ കാരണമാണെന്നോ റൺ റേറ്റ് കുറവാണെന്നോ ഒക്കെ ആൾക്കാർ പറഞ്ഞവർക്കൊക്കെ ഇന്നത്തെ ഇന്നിങ്സ് ഒന്നാണ്. ഇന്ന് ശുഭ്മൻ ഗിൽ ഔട്ടായത് ആരുടെ പ്രശ്നം കൊണ്ടാണ്? ശുഭ്മൻ ഗിലിനെ ഇതാക്കി പറയുകയല്ല, പക്ഷേ രോഹിത് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ എന്താണ് കളിച്ചത്, ആ മാച്ചിൻ്റെ സാഹചര്യത്തിനനുസരിച്ചായിരുന്നു. ഇന്നത്തെ മാച്ചിൽ എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാണ് ഷോട്ട്സൊക്കെ, ട്രേഡ് മാർക്ക് രോഹിത് ശർമ്മ ഷോട്ട്സൊക്കെ കളിച്ച്, ആ കവറിലടിച്ച 6, അതുപോലെ തന്നെ പുള്ള് 2 സീപ്പൊക്കെ അടിച്ചു, എല്ലാം സൂപ്പറായിരുന്നു. വിരാട് കോഹ്ലി അതുപോലെ തന്നെ. വിരാട് കോഹ്ലി ഫസ്റ്റ് വന്നിട്ട് ആ ഒരു റൺ അടിച്ചിട്ട് ഒരു സ്മൈൽ ഉണ്ടായിരുന്നു, ആ ഒരു സെലിബ്രേഷൻ, അത് വിമർശകർക്ക് നേരെയുള്ളൊരു സ്മൈലാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇത്രയും ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉള്ള 2 പേരെ ഒരു കളിയുടെ അല്ലെങ്കിൽ 2 കളിയുടെയൊക്കെ ബേസിൽ ജഡ്ജ് ചെയ്തിട്ട് ഇത് കളവന്മാർ കളി നിർത്തി പോകണം, യങ്സ്റ്റേഴ്സ് വരണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് നേരെയുള്ള ഒരു പുഞ്ചിരി തന്നെയാണ്. ഇത്ര കളി കണ്ട ആൾക്കാരാണ്. 10 വർഷത്തിൽ കൂടുതൽ, ഏകദേശം 15 വർഷത്തോളം ക്രിക്കറ്റിൽ കടന്ന് മെഴുകിയ 2 പേരാണ്. അവരെ ഒന്നും 1-2 കളി കൊണ്ട് ജഡ്ജ് ചെയ്യാറൊന്നും ആയിട്ടില്ല ഇവിടുത്തെ ഒരു ക്രിക്കറ്റ് എക്സ്പേർട്സും. അവർ പെർഫോം ചെയ്തില്ല, ഒരു ലോങ് റണ്ണിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയുന്നതിന് അർത്ഥമുണ്ട്. ഞാൻ അന്നും പറഞ്ഞു, ചാമ്പ്യൻസ് ട്രോഫി കഴിഞ്ഞിട്ട് വെറും 2 മത്സരമായിട്ടേ ഉള്ളൂ ഇന്ത്യ വിൻ ചെയ്തിട്ട്. സെമി ഫൈനലിലും ഫൈനലിലും മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള 2 ലെജൻസിനെയാണ് കയറി ആൾക്കാർ ചൊറിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വിമർശകർക്കുള്ള നല്ല തക്കതായ മറുപടി തന്നെയാണ് ഈ ഒരു ഇന്നിങ്സ്. ഇന്ത്യ സീരീസ് തോറ്റെന്നുള്ളത് ശരി തന്നെ. കഴിഞ്ഞ കളി ഇന്ത്യ സുഖമായിട്ട് ജയിക്കാൻ വരുന്നത്, അത് ടീം സെലക്ഷൻ്റെ പാളിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. എല്ലാ മാച്ചും ഇവർക്ക് കളിക്കാൻ പറ്റത്തില്ലല്ലോ. സോ ടീം സെലക്ഷൻ പ്രോപ്പർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ കുൽദീപ് യാദവ് കളിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ മാച്ച് ഉറപ്പായിട്ടും ജയിച്ചതെന്ന് അടുത്ത് സംശയമൊന്നുമില്ല. പിന്നെ കുറേ ഓസ്ട്രേലിയ ഫാൻസ് ഉണ്ട്, ഇന്ത്യക്ക് തോൽപ്പിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ. ഓൺ എ ഗിവൻ ഡേ ഓസ്ട്രേലിയ നന്നായിട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ മാച്ചിലും ഫസ്റ്റ് മാച്ചിലും അവർ വിജയം അർഹിക്കുന്ന മാച്ചായിരുന്നു രണ്ടും. എന്ന് വെച്ചിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ ഓസ്ട്രേലിയ തോൽപ്പിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇനി T20യിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന, ഓസ്ട്രേലിയയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഇന്ത്യ. ഇന്ന് സീരീസ് അവർ ജയിച്ചു, വെൽ പ്ലേഡ് ഓസ്ട്രേലിയ എന്ന് പറയാനുള്ളൂ. അതിനർത്ഥം ഓസ്ട്രേലിയ ഇന്ത്യയെ എപ്പോഴും അങ്ങ് മറിച്ച് കളയുമെന്നല്ല എന്നുള്ള യാഥാർത്ഥ്യം ഓസ്ട്രേലിയൻ ഫാൻസ് മനസ്സിലാക്കണം. എന്തായാലും രോഹിത് ശർമ്മ ഇന്ന് 121 റൺസാണ് അടിച്ചത്, 125 ബോളിൽ. വിരാട് കോഹ്ലി 74, 81 ബോളിൽ. ഈ സീരീസിലെ ഏറ്റവും ടോപ്പ് സ്കോറാണ് രോഹിത് ശർമ്മ, 202 റൺസ്. വിരാട് കോഹ്ലി ഇന്ത്യയുടെ 3ാമത്തെ ഹയസ്റ്റ് സ്കോറാണ്. അക്ഷർ പട്ടേൽ മാത്രമാണ് വിരാട് കോഹ്ലിയുടെ മുകളിലുള്ളത്, അതിന് മുകളിലാണ് രോഹിത് ശർമ്മ. സോ അതാണ് ഇന്ത്യയുടെ ഈ ഒരു മാച്ചിലെ പെർഫോമൻസ്. ഹർഷിത് റാണ നന്നായിട്ട് ബോൾ ചെയ്തു, അതുപോലെ തന്നെ മറ്റ് ബോളേഴ്സ് ഹർഷിത് റാണെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കുൽദീപ് യാദവ് എഫക്റ്റ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബോളിങ്ങിൽ, ആ ഒരു ഓസ്ട്രേലിയയുടെ മിഡിൽ ഓർഡറിൽ ശരിക്കും അവരെ ഒരു പേടിപ്പിക്കാനായിട്ട്, ആ റണ്ണ് ഡ്രൈ അപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കുൽദീപ് യാദവ് എഫക്റ്റ് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തു. ഇന്ന് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയും കുഴപ്പമില്ലായിരുന്നു, ബോളിങ്ങിൻ്റെ റൊട്ടേഷനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് വന്നു. ഇപ്പോൾ ഗംഭീറിൻ്റെ വാക്ക് തന്നെ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഈസ് ഓൺലി ഗുഡ് ആസ് എ ടീം എന്ന് പറഞ്ഞ പോലെ ടീം സെലക്ഷനും ടീമും എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റനും അതിനൊത്ത് റെഡിയാവും. ഗില്ലിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഈസിയാണ്. ഇപ്പോൾ ധോണിയുടെ ഇന്ന് വിരാട് കോഹ്ലിയിലേക്കും വിരാട് കോഹ്ലിയുടെ ഇന്ന് രോഹിത് ശർമ്മയിലേക്കും വന്നതിനെക്കാട്ടും ഈസിയാണ്. ഇന്ത്യൻ ടീം അത്രയും സെറ്റായിട്ടാണ്, അവർക്ക് കിട്ടിയതിനെക്കാട്ടിലൊക്കെ ടോപ്പ് പെർഫോമൻസിലാണ് ഇന്ത്യൻ. അത്രയും റിസോഴ്സ് ഉള്ളൊരു ടീമായിട്ടാണ് ഗില്ലിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസോഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, ഈഗോ മാറ്റി വെക്കുക എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് നോച്ച് പെർഫോമൻസ് ഈ ഒരു ടീമിൽ നിന്ന് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും T20യിലേക്ക് പോകുമ്പോഴത്തേക്ക് സൂര്യകുമാർ യാദവാണ് വരുന്നത്. അവിടെ നമ്മുടെ ചെക്കന്മാർ, ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ T20യിലേക്ക് വരട്ടെ, അപ്പോൾ ചെക്കന്മാർ ചെയ്യുന്നത്, അത് നമുക്ക് ചെക്കന്മാരെന്താ ചെയ്യുന്നതെന്ന് കാണാം. അവിടെ ഇന്ത്യക്ക് വിജയിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും ഇന്നത്തെ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി നിറഞ്ഞാടി നിൽക്കുകയാണ്. ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പ്രസൻറ്റേഷൻ്റെ സമയത്ത്, അവർ സംസാരിക്കുന്ന സമയത്തും രോഹിത് ശർമ്മ സംസാരിച്ച് കഴിഞ്ഞ് വിരാട് കോഹ്ലിയുടെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കുമ്പോൾ ക്രൗഡിൻ്റെ ഒരു ചീറുണ്ട്. എൻ്റെ പൊന്നെ, എന്ത് സൗണ്ടാണ്! അതാണ് ആ ക്രൗഡ്, അല്ലെങ്കിൽ അതാണ് ഈ ഫാൻസ് ഉണ്ടാക്കുന്ന ഒച്ചയെന്ന് പറയുന്നത്. ആ ഒച്ചയുടെ മുമ്പിൽ ഒരു 3-4 പേര് അപ്പുറത്ത് നിന്നിട്ട് വിരാട് കോഹ്ലി വിരമിക്കണം, രോഹിത് ശർമ്മ വിരമിക്കണം എന്ന് പറയുന്ന ഒച്ചയൊന്നും ഒരൊച്ചയല്ല. ഒരു
ലാർജ് ബഞ്ച് ഓഫ് ക്രൗഡ് അല്ലെങ്കിൽ ലാർജ് ബഞ്ച് ഓഫ് ക്രിക്കറ്റ് ആരാധകർ ഈ ലെജൻസിനെ എപ്പോഴും ബാക്ക് ചെയ്യുന്നുണ്ട്. അത്രയും എക്സ്പീരിയൻസ് അവരുടെ കയ്യിലുണ്ട്. ഈ ബാക്കിയുള്ള യങ്സ്റ്റേഴ്സ് അവരുടെ പിന്നാലെ അണിനിരക്കുക, അവരുടെ പിന്നാലെ റാലി ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാക്സിമം പഠിച്ചെടുക്കാൻ നോക്കുക. അതൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള സീരീസുകളിൽ ഇവർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാനായിട്ടുള്ളത്. ഈവൻ ഗില്ലടക്കം ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ആൻഡ് വിരാട് കോഹ്ലി ഓൾസോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇന്ന് ഹർഷിത് റാണ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലും പറയുന്നുണ്ടായിരുന്നു. അതായത് ഹർഷിത് റാണയ്ക്ക് മിച്ചൽ ഓവൻ്റെ വിക്കറ്റ് കിട്ടിയ ഒരു ബോൾ, അപ്പോൾ സ്ലിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തർക്കം നടന്നത്. ഹർഷിത് റാണയ്ക്ക് സ്ലിപ്പ് വേണ്ടെന്ന് ഹർഷിത് റാണ പറഞ്ഞു, ഗില്ല് ഓക്കെ പറഞ്ഞു. പക്ഷേ രോഹിത് ശർമ്മ നിർബന്ധിച്ചിട്ടാണ് അവിടെ ഒരു സ്ലിപ്പ് ഇട്ടത്. തൊട്ടടുത്ത ബോളിൽ ഹർഷിത് റാണയ്ക്ക് ആ വിക്കറ്റ് കിട്ടിയതിനെ പറ്റിയിട്ടും ഈ താങ്ക് യു ഭയ്യ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ താങ്ക് ചെയ്ത കാര്യം ഹർഷിത് റാണ പറയുന്നുണ്ടായിരുന്നു. സോ ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ യങ്സ്റ്റേഴ്സിന് കിട്ടാനുണ്ട്. ആ നോളജ് ട്രാൻസ്ഫർ പ്രോപ്പറായിട്ട് നടക്കട്ടെ. ഈ ലെജൻസിൻ്റെ പെർഫോമൻസ് നമുക്ക് കുറച്ചും കൂടെ കാലം മുന്നോട്ട് കാണാനായിട്ട് സാധിക്കട്ടെ. അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ 2027 വേൾഡ് കപ്പ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും വേൾഡ് കപ്പ് 2027 വേൾഡ് കപ്പ് കളിക്കണം. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. അതിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. വിരാട് കോഹ്ലിക്ക് ഇന്ന് ഫ്ലുവൻ്റ് ആയിട്ടാണ് ബാറ്റ് ചെയ്തത്. രോഹിത് ശർമ്മയുടെ ഷോട്ട്സിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ. രോഹിത് ശർമ്മ വിരാട് കോഹ്ലിയൊക്കെ സൂപ്പറായിട്ടാണ് ബാറ്റ് ചെയ്തത് കഴിഞ്ഞ 2 മാച്ചിൽ. പിന്നെ ഇവർക്കൊരു പ്രഷറുണ്ടല്ലോ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഇനിയായാലും മുന്നോട്ടായാലും അടുത്ത സീരീസ് വരുമ്പോൾ ആകെ ഒരു 2-3 മത്സരമുള്ളൂ. ആ മത്സരത്തിൽ ഇവർ കളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഇവരുടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഭയങ്കരമാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഈ പാച്ചസ് ആയിട്ട് കിട്ടുന്ന ഒരു 2-3 മത്സരങ്ങളായതുകൊണ്ട് തന്നെ ആ 3 മത്സരങ്ങളിൽ അവർക്ക് പെർഫോം ചെയ്തേ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യങ്ങൾ വരികയാണ്. ഇപ്പോൾ അടുത്ത സീരീസ് വരുമ്പോൾ ഇതുപോലെയാണ്. ഫസ്റ്റ് മാച്ച് വന്നിട്ട് വിരാട് കോഹ്ലി റൺ അടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ രോഹിത് ശർമ്മ റൺ അടിച്ചില്ലെങ്കിൽ ഉടനെ ചോദ്യം വരും, രോഹിത് ശർമ്മ വിരമിക്കണം, വിരാട് കോഹ്ലി വിരമിക്കണം. അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 3 സീരീസ് അവർക്ക് തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് കിട്ടണം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ പോകുന്നുണ്ടെന്ന് സെലക്ടേഴ്സ് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് IPL വരുന്നുണ്ട്. IPL പെർഫോമൻസും ഒക്കെ നോക്കിയിട്ട് അടുത്ത സീരീസിലേക്ക് നോക്കിയാൽ മതി. ഇനി ഇഷ്ടംപോലെ ടൈമുണ്ട് 2027 വേൾഡ് കപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ വിരമിക്കൽ എന്നുള്ള കാര്യം അങ്ങോട്ട് മറന്നേക്കുക. നമ്മുടെ പയ്യന്മാർ ഇപ്പോഴും ഇവിടെ തന്നെ ആക്റ്റീവായിട്ട് ഓണായിട്ട് തന്നെ ഉണ്ട്. രോഹിത് ശർമ്മയുടെ ഡിറ്റർമിനേഷൻ ആ ഫേസ് തന്നെ ഉണ്ടായിരുന്നു കളിക്കുന്ന സമയത്ത്. ആ ഷോട്ട്സൊക്കെ ഇപ്പോഴും പഴയ രോഹിത് ശർമ്മ കളിച്ച ഷോട്ട്സൊക്കെ തന്നെയാണ് കളിച്ചത്. ആ പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നമില്ല. പുള്ളൊക്കെ അടിച്ചതായാലും അതുപോലെ തന്നെ ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് ആ പാർട്ട്ണർഷിപ്പ് അവർ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതായാലും ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എതിർ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. ഇപ്പോൾ ഓസ്ട്രേലിയ ഇനി എന്തൊക്കെ ഹേസൽവുഡും സ്റ്റാർക്കും കളിച്ചിരുന്നു, ഇന്ന് സാമ്പ അടക്കമുള്ള ആൾക്കാർ കളിച്ചിരുന്നു. പക്ഷെ അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എന്താ പറയുക എക്സ്പീരിയൻസ്. അതാണ് ഒരു രോഹിത് ആൻഡ് വിരാട് കോഹ്ലി ടീമിലുണ്ടെങ്കിൽ അവരൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് ദേ ബ്രിങ്സ് ടു ദ ടേബിൾ. അതാണ് ഇവരുടെ എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ ഫോം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2027 വേൾഡ് കപ്പ് കളിക്കണം. ഇനി 2020 പോകുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഇതൊരു ആശ്വാസമാവട്ടെ. ഇതൊക്കെ ഈ ഒരു മൊമെൻറ്റം ഇന്ത്യക്ക് ഇട്ടിട്ട് ഈ പെർഫോമൻസ് അങ്ങോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ. നമ്മുടെ മല്ലു സ്പെക്ടേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ QR കോഡൊക്കെ നമുക്ക് സ്ക്രീനിൽ തന്നെ എന്തായാലും കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ക്രിക്കറ്റ് ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടെ അപ്പോഴുള്ള കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ മാച്ച് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.